എറണാകുളം ജംഗ്ഷനിൽ നിന്നും 51 മണിക്കൂർ ദീർഘമായ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷനാണ് ടാറ്റാനഗർ. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സിലായിരുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്ര. രാവിലെ 5 മണിക്ക് വരേണ്ട ട്രെയിനാണ് ഇപ്പോൾ 11 മണിയായപ്പോൾ എത്തിയിരിക്കുന്നത്. 6 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ ട്രെയിൻ ടാറ്റാനഗർ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കാം ടാറ്റ സിറ്റിയിൽ ജംഷഡ്പൂരിൽ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോയിൽ. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു ഉന്തുവണ്ടിയിൽ കൊട്ടയിലാക്കി കോഴികളെ കൊണ്ടുവരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ പാഴ്സൽ വാനിൽ നിന്നാണ് ഈ കോഴികളെയൊക്കെ ഇറക്കിയത്. ഇത് ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനാണ്. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. IRCTC ആപ്പ് വഴി റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തതിന് സൗകര്യമായി. സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിട്ടാണ് ഈ റൂമും കാര്യങ്ങളും ഒക്കെ വരുന്നത് ടാറ്റാനഗറിലെ. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ല റൂമായിരുന്നു. ഇനി നമുക്ക് നോക്കാം. നമുക്ക് അലോട്ട് ചെയ്ത റൂം 107 നമ്പർ റൂമാണ്. 107 റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഗംഭീര സെറ്റപ്പാണ്. ഇത് കണ്ടില്ലേ റൂം? 1500 രൂപയ്ക്ക് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ സൂപ്പർ എയർ കണ്ടീഷൻ ചെയ്ത് അടിപൊളി റൂമാണ് കേട്ടോ. 2 പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന എയർ കണ്ടീഷൻ ചെയ്ത ടവല്, സോപ്പ്, ബാത്റൂം വൃത്തി എല്ലാം ഓക്കെയാണ്. അതേ ഹീറ്ററോട് കൂടിയ ബാത്റൂമും കൊള്ളാം. 1500 രൂപയ്ക്ക് ഇത് വർത്താണ്. വേറെ പുറത്തൊന്നും റൂം എടുക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി എയർ കണ്ടീഷൻ ചെയ്ത റൂം. ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമുക്കിനി പുറത്തേക്കൊന്ന് നടക്കാം. ഈ സ്റ്റേഷൻ്റെ ആ സൈഡിലായിട്ട് ഒരു WG5 എൻജിൻ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കുറേ വീഡിയോയിലും ഫോട്ടോയിലും കണ്ടിട്ടുണ്ട്. അതൊന്ന് കാണാനായിട്ട് നമുക്കൊന്ന് പോവാം. ടാറ്റാനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്ന ബിൽഡിങ്. മനോഹരമായ ഒരു ബിൽഡിംഗ് തന്നെയല്ലേ ഈ മെയിൻ എൻട്രൻസ് ടാറ്റാനഗറിലെ. സ്റ്റേഷൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ ദേ ഇവിടെ ഒരു ഐ ലവ് യു ടാറ്റാനഗർ ഒരു സെൽഫി സ്പോട്ടൊക്കെ അടിപൊളിയായിട്ട് അവിടെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. നിറയെ ഉന്തുവണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ കണ്ടില്ലേ ഏതോ ചെടികളുടെ ഇലകൾ കൊണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ടാറ്റാനഗർന്ന് നല്ല കളർഫുള്ളായിട്ട് പച്ച ഇലയും നല്ല രസമുണ്ട് ഈ സെറ്റപ്പ് കാണാൻ. രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. മോളിൽ കണ്ടില്ല അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിരിക്കും രാത്രി കാണാനായിട്ട്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് സ്റ്റേഷന്റെ ഇങ്ങേ അറ്റത്തായിട്ട് കണ്ടില്ലേ WG5 ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നു. ഇതിൽ എഴുതിയേക്കുന്നതാണ് ഫുള്ള്. ആ ലോക്കോടെ മൊത്തം ഡീറ്റെയിലും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് പഴയ ഒരു പടക്കുതിര ടാറ്റാനഗറിന്റെ WG5. ഇന്ത്യയുടെ പതാകയുടെ അതേ കളറിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റേഷന്റെ ഇങ്ങേ അറ്റത്തായിട്ട് ഫോട്ടോ എടുക്കാനും ലോക്കോയൊക്കെ നേരിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാനായിട്ട് ഇത്ര മനോഹരമായിട്ടാണ് അവരിത് പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നത്. കറക്റ്റ് ഒരു റെയിൽവേ ട്രാക്ക് ബ്രോഡ്ഗേജ് ഇവിടെ സെറ്റ് ചെയ്ത് അത് കോൺക്രീറ്റ് കൊണ്ട് ഇവിടെ ഉറപ്പിച്ച് അതിൻ്റെ മേളിൽ കറക്റ്റായിട്ട് ആ എൻജിൻ ഇവിടെ അടിപൊളിയല്ലേ. സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ള മെയിൻ റോഡിലേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് ടാറ്റാനഗർ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ച ഒരു റിക്ഷയിൽ ഇനി സിറ്റിയൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങാം. ടാറ്റാനഗർ സിറ്റി ഉണ്ടല്ലേ എന്ത് വൃത്തിയാന്ന് നോക്കിയാൽ സൈഡും സിറ്റി. ഈ ജാർഖണ്ഡിലെ പൊതുവെ എല്ലാ സിറ്റീസും ഇങ്ങനെയാണ്, നല്ല വൃത്തിയാണ്, ഒന്നും പറയാനില്ല. ടാറ്റയുടെ ഒരു പ്ലാനിങ് സിറ്റി കൂടിയാണ് ഈ ടാറ്റാനഗർ ജംഷഡ്പൂർ. എവിടെ നോക്കിയാലും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ വരുന്ന വഴി ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ആദ്യം വന്ന സ്പോട്ടാണ് ജൂബിലി പാർക്ക്. ഇതേ കയറുമ്പോഴേ ഐ ലവ് യു ജംഷഡ്പൂർ എന്നുള്ള ഒരു സെൽഫി സ്പോട്ടോട് കൂടി അടിപൊളി ഒരു പാർക്കാണ് ഈ ജൂബിലി പാർക്ക്. ഇവിടെ ടാറ്റയുടെ ഒരു മെമ്മോറിയൽ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു പാർക്ക്. ധാരാളം വൃക്ഷങ്ങളാൽ സമൃദ്ധമാണ് ഈ പാർക്ക്. ഒരുപാട് ഏരിയ ഉണ്ട്. റെസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട് അടിപൊളി ഒരു പാർക്ക് തന്നെയാണ് ടാറ്റാനഗറിലെ. ഇതാണ് ഈ പാർക്കിലെ ജംഷഡ്ജി ടാറ്റയുടെ ഒരു സ്മൃതി മണ്ഡപം ഈ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒത്തിരി പഴക്കമുള്ള ഒരു പാർക്ക് കൂടിയാണ് ഈ ജൂബിലി പാർക്ക്, ടാറ്റാനഗറിലെ ഈ ജൂബിലി പാർക്ക്.
ജൂബിലി പാർക്കൊക്കെ കണ്ട ശേഷം റോഡ് ക്രോസ് ചെയ്ത് റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലും ചെറിയൊരു തടാകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് സൂവിലേക്ക് പോകാനായിട്ട് ബാറ്ററി റിക്ഷ കിട്ടും ഷെയർ ബേസിൽ. ഇവിടെ അടിപൊളി ഒരു തടാകമുണ്ട്, കണ്ടില്ലേ, നല്ല രസം. നഗറിലെ ഈ ജൂബിലി പാർക്ക് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിറ്റിയുടെ കറക്റ്റ് നടുക്കായിട്ട് നല്ലൊരു പാർക്ക് തന്നെ അല്ലേ. ഇതാണ് ടാറ്റാ നഗറിലെ സൂ. ഇനി ഇവിടുന്ന് എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം സൂ ഒക്കെ ഒന്ന് കാണാൻ. ഇവിടുന്ന് 200 രൂപയ്ക്ക് ഹയർ ചെയ്ത വണ്ടിയാണ്, ഒരു ബാറ്ററി വെഹിക്കിളാണ് ഇത്. സൂ മൊത്തം നമ്മളെ കാണിച്ചു തരും. 2 പേർക്ക് 200 രൂപയാണ്. ഏതായാലും സൗകര്യമായി ഈ ഒരു ബാറ്ററി വെഹിക്കിൾ ഉണ്ടായത് കൊണ്ട്. സൂവിൽ ആദ്യം കണ്ടത് കരടിക്കുട്ടനെയാണ്. അതിമനോഹരമായി ക്ലോസപ്പിൽ കിട്ടി അതിൻ്റെ ഒരു വീഡിയോ. ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടർഫ്ലൈ പാർക്ക്. അത് കൊള്ളാം, ഒരു പുതിയ സെറ്റപ്പ്. ഞാൻ അധികം പാർക്കിലൊന്നും ഇങ്ങനെ ബട്ടർഫ്ലൈ പാർക്ക് കണ്ടിട്ടില്ല. പുതിയതായിട്ട് പല പാർക്കിലും വന്നോന്നും അറിയില്ല. ഇത് മൊത്തം ബട്ടർഫ്ലൈയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്തോട്ട് കയറിയാൽ മൊത്തം എവിടെ നോക്കിയാലും വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും. അടിപൊളി ബട്ടർഫ്ലൈയെ കൊണ്ടൊക്കെ നിറച്ച് നല്ല വെള്ളച്ചാട്ടവും നല്ലൊരു എന്താ പറയുക, മനസ്സുകുളിരുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്തോട്ട് കയറിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹയർ ചെയ്ത വെഹിക്കിൾ ഉണ്ടായതുകൊണ്ട് നന്നായി. പാർക്കൊക്കെ ചുറ്റിക്കറങ്ങാൻ എളുപ്പമായി. അധികം സമയമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പാർക്കെല്ലാം ചുറ്റിക്കാണാം. കാണുന്ന വെഹിക്കിളാണ് നമ്മൾ 200 രൂപയ്ക്ക് ഹയർ ചെയ്ത ബാറ്ററി വണ്ടി. ഇതൊരു സൗകര്യമായി. ഇത് എല്ലാ പാർക്കിലും ഈ സൗകര്യം ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ഇവിടെ ഈ ഫെസിലിറ്റീസ് നമുക്ക് ലഭ്യമാണ്. പാർക്കിലെ കാഴ്ചകളൊക്കെ ഇനിയൊന്നും കുറച്ചു നേരം നമുക്കൊന്ന് കാണാം. കുറേ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാവുന്നതാണ്. കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം. അടുത്ത കാഴ്ചകളൊക്കെ ഏകദേശം ഇനി അവസാനിച്ചു. ഇനി ടാറ്റാ നഗർ സൂവിനോട് ബൈ പറഞ്ഞ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇനി നമുക്ക് പോകാം. കാണുന്നതാണ് ടാറ്റാ നഗറിലെ സൂവിൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളും ഒക്കെ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നതും. സൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റിക്ഷ കിട്ടി. ഇനി നേരെ റിക്ഷ പിടിച്ച് റൂമിലേക്കൊന്ന് പോകണം. ഉച്ച സമയമായിരിക്കുന്നു. ഈ സമയത്ത് നല്ല ചൂടുണ്ട്. റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷമാവാം ഇനി അടുത്ത കറക്കം. ടാറ്റാ നഗർ സിറ്റി കണ്ടില്ലേ, എന്ത് വൃത്തിയാണ്. എല്ലാ സൈഡും നല്ല അടിപൊളിയാണ്. ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ഓൾമോസ്റ്റ് സിറ്റികളും ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ടാറ്റാ നഗർ പോലുള്ള പ്ലാനിങ് സിറ്റിയൊക്കെ അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ല. എവിടെ ഒരു കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ടാറ്റാ നഗർ. ലഞ്ചൊക്കെ കഴിച്ച ശേഷം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് വീണ്ടും ഷെയർ റിക്ഷ പിടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ടാറ്റാ നഗറിലെ ബിസ്താപൂരിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. ഇവിടം വരെയാണ് ഷെയർ റിക്ഷ സർവീസ് ഒക്കെ കൂടുതലായിട്ടുള്ളത്. ഇവിടുന്ന് ഇനി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ PM മാളിലേക്ക്. നമ്മൾ പോകുന്നത് ഒരു മാളിലേക്കാണ്. അടുത്ത് കാണാൻ പോകുന്ന ടാറ്റാ നഗറിലെ പ്രശസ്തമായ ഒരു മാളാണ് PM മാള്. ഒരു വലിയൊരു മാള് തന്നെയാണ് ടാറ്റാ നഗറിലെ ഈ PM മാള്. ഗംഭീര മാള് തന്നെയാണ്, ഒന്നും പറയാനില്ല. ടാറ്റാ നഗറിലെ PM മാള് കൊള്ളാം. നല്ല ഗംഭീര മാള് തന്നെയാണ്. നല്ല വലുപ്പമുണ്ട് ഈ മാളിന്. അത്യാവശ്യം കൊള്ളാം. എല്ലാ ബ്രാൻഡഡ് കമ്പനിയുടെ ഷോപ്പുകളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം മാളി റെസ്റ്റ് എടുത്ത ശേഷം ഈ ഈവനിങ് കാഴ്ചകളിലേക്ക് ടാറ്റാ നഗറിലെ നമുക്ക് പോകാവുന്നതാണ്. ടാറ്റാ നഗർ സിറ്റിയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്ന കണ്ടു. ഓരോ വാഹനങ്ങളുടെ മുകളിൽ കയറിയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പൊതുവായി കാണുന്ന ഒരു കാഴ്ചയല്ലേ, ബസ്സിൻ്റെ മുകളിലും ടാക്സിയുടെ മുകളിലും റിക്ഷയുടെ മുകളിലും എല്ലാ വാഹനങ്ങളുടെ മുകളിലും ഓരോ ആൾക്കാരെ യാത്ര ചെയ്യുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈവനിങ്ങിൽ ഇങ്ങനെ വെയിലൊക്കെ താഴ്ന്ന ശേഷം സിറ്റിയിലൂടെയുള്ള ഈ ഒരു നടത്തം ഒരു പ്രത്യേകതരം ഫീല് തരുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. ഇത് ടാറ്റാ നഗർ സിറ്റിയിലെ ഫേമസ് ആയ ഒരു അമ്പലമാണ് ആന്ധ്ര ഭക്ത ശ്രീരാമ മന്ദിർ. 1919 ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു പുരാതനമായ അമ്പലമാണ് ഈ കാണുന്നത്.
ഇത് ഇവിടുത്തെ ഫേമസ് ആയ ഒരു മാർക്കറ്റാണ്, ബിസ്താപൂർ മാർക്കറ്റ്. മാർക്കറ്റിലൊക്കെ കയറി ചെറിയ ഷോപ്പിംഗ് നടത്തണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ല. ഇന്ന് രാത്രി തന്നെ മുടക്കയാത്രയാണ്, അതുകൊണ്ട് മാർക്കറ്റൊന്നും കാണാൻ നിന്നില്ല. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സിറ്റിയിലും പോയാൽ കാണാവുന്ന കാഴ്ചയാണ് ഈ കല്യാൺ ജ്വല്ലേഴ്സും ജോയ് ആലൂക്കാസും മണപ്പുറം ഫൈനാൻസേഴ്സും പിന്നെന്താ മുത്തൂറ്റും. മിക്കവാറും എല്ലാ സിറ്റീസിലും ഇവരുടെ ബ്രാഞ്ചുകൾ കാണാവുന്നതാണ്. നോർത്ത് ഇന്ത്യയിലെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ആയിട്ടുണ്ട്. നഗറിലെ നൈറ്റ് കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് ഇറങ്ങാം. എവിടെ നോക്കിയാലും അമ്പരപ്പിക്കുന്ന വൃത്തിയാണ്. ഇവിടുത്തെ മെയിനായിട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഈ റോഡൊക്കെ കണ്ടില്ലേ, എവിടെയും ഒരു വൃത്തികേടോ കാര്യങ്ങളോ. നോർത്ത് ഇന്ത്യ എന്നത് ഇത് പറയുക പോലും ചെയ്യില്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ സിറ്റിയേക്കാളും അടിപൊളി നല്ല വൃത്തിയുള്ള സിറ്റിയാണിത്. ടാറ്റാ നഗറിലെ നൈറ്റ് കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇനി നേരെ തിരിച്ച് റൂമിലേക്ക്. നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് ശേഷം ഇനി നേരെ റൂമിലേക്ക്. ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയും ട്രെയിനിൽ യാത്ര ചെയ്ത് ലോകം കാണാനും റെയിൽവേയും ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റ, ബൈ ബൈ.